Good morning. Good morning. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനോ ഓക്കെ ആണോ നോക്കിയേ? കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ HRM രണ്ടാമത്തെ ക്ലാസ് ആണല്ലേ? ഇന്നലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കണ്ടില്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കണ്ടായിരുന്നോ എല്ലാവരും? കണ്ടു അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ മനസ്സിലായി അല്ലേ? അപ്പോ കണ്ടു. ഓക്കെ വെരി ഗുഡ്. അപ്പോ നമ്മള് ഇപ്പൊ ഇന്നലെ ജസ്റ്റ് സോളി മിസ് വന്നായിരുന്നു അല്ലേ? ക്ലാസ് എടുത്തല്ലേ? ഓക്കെ. രണ്ടാമത്തെ ക്ലാസ് ആണ് നിങ്ങളുടെ. എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? പരിചയമുണ്ടോ? ഇവിടെ അടുത്തുനിന്നൊക്കെ ജോയിൻ ചെയ്തവരുണ്ടോ? നമ്മുടെ HAയില് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് HRMലേക്ക് വന്നവര് ഉണ്ടോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്നെ ചിലപ്പോ പരിചയം ഉണ്ടാവും. HAയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് കയറിയവരോ HA PG ഒക്കെ കഴിഞ്ഞ് കയറിയവരുണ്ടോ അതിലേക്ക്? ഇവിടെ ഓൾറെഡി നേരത്തെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കയറിയവരുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ നമുക്കിനി ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. എല്ലാവരും പേര് ചോദിച്ച് നമുക്ക് അങ്ങനെ പരിചയപ്പെടാനുള്ള സമയമില്ല. നമുക്ക് ഇവിടെ അടുത്തുനിന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ? നമുക്കറിയാലോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പറവൂരാണ്. പറവൂര് പാലിയത്താണ്. പാലിയം അമ്പലമൊക്കെ അതിനോട് ചേർന്നുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ അവിടെ. പിന്നെ പറവൂര് ടൗണിലുണ്ട്, ചേന്നമംഗലം ജംഗ്ഷനിലുണ്ട്. 2-3 സ്ഥലത്ത് ഓഫീസ് ഉണ്ട്. അതിലിപ്പോ ഞങ്ങളിവിടെ പാലിയത്താണ്. ഇവിടെ നേരിട്ട് പരിചയമൊക്കെ ഉണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ഈ സ്ഥലമൊക്കെ ഉണ്ടോ? ഇതാണ് ഇല്ല. ആരും ഒരു റിപ്ലൈ ചെയ്യാത്ത. ഓക്കെ. എന്തായാലും നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 2 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ടെക്സ്റ്റ് കിട്ടിയോ? എല്ലാവർക്കും ഉണ്ട്? ഹിന്ദുണ്ട്. ഹിന്ദുഷ അടുത്താണോ? അറിയോ? കണ്ടിട്ടുണ്ടോ ഞങ്ങളൊക്കെ? ഇല്ല, കണ്ടിട്ടില്ല അല്ലെ? ഓക്കെ. എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. രമ്യ. അപ്പൊ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? ടെക്സ്റ്റ് കിട്ടിയെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് വെക്കുക കേട്ടോ. ചാപ്റ്റർ 2 ആണ്. ജിൻഷ വായിക്കാൻ കേൾക്കാൻ പറ്റുന്നില്ലേ? ജിൻഷയ്ക്ക് എന്ത് പറ്റി? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? നെറ്റിന്റെ വല്ല പ്രശ്നമുണ്ടോ? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെ? ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലെ? യെസ്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ടെക്സ്റ്റ് കിട്ടിയവര് ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. എന്തായാലും ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്ലാസ്. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രയർ ചെയ്യാം. നമുക്ക് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രയർ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഇതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളൂ കേട്ടോ. നമുക്ക് തേഴ്സ്ഡേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുക്കുക. ഇപ്പൊ ഞാൻ PDF ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പോ എല്ലാ ദിവസവും നമുക്ക് ആഴ്ചയിൽ എനിക്ക് ഒരു ക്ലാസ്സിൽ വരുന്നുള്ളൂ. തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതിനകത്ത് എന്തുകൊണ്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഈ തേഴ്സ്ഡേ നമ്മൾ കണ്ടാൽ നെക്സ്റ്റ് തേഴ്സ്ഡേ നമ്മൾ കാണുള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ ആരെങ്കിലും ലീവാണോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കയറുമെന്നുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ പല ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ടേ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് കേട്ടോ. തേഴ്സ്ഡേയിലാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞേ എന്ന് വെച്ചാല് നിങ്ങൾ അന്ന് എടുക്കുന്ന പോർഷൻസ് സ്ക്രീൻ കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ? ഇല്ല.
ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ നോക്കിയേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക കേട്ടോ. ബാക്കിയുള്ളവര് നമ്മൾ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഒന്ന് നോക്കാം. നമുക്ക് ആഴ്ചയില് തേഴ്സ്ഡേ മാത്രമേ എന്റെ ക്ലാസ് ഉള്ളൂ. എന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എടുക്കുന്ന പോർഷൻസ് അന്ന് തന്നെ വായിച്ചു വെക്കണം. ഈ നമ്മൾ നെക്സ്റ്റ് വീക്കിലെ നമ്മൾ കാണുള്ളൂ. അപ്പൊ ഇന്ന് എടുക്കുന്നത് അങ്ങനെ എന്താ പറയാ, നിങ്ങൾ വായിക്കാതെ ഇരുന്ന അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും മറന്നു പോകും. അതുകൊണ്ട് എല്ലാവരും ഓക്കെ ഇല്ല കാര്യം? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറയില്ലേ, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ വായിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങളത് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയവര്, ടെക്സ്റ്റ് കിട്ടാത്തവര് അത് ടെക്സ്റ്റ് കിട്ടുമ്പോഴോ ഒന്ന് നോക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ ചാപ്റ്റർ 2 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എന്താണ്, വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ്? എന്താ റിക്രൂട്ട്മെന്റ് എന്ന് പറയാം? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലെ റിക്രൂട്ട്മെന്റ്. എന്താ റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിയമിക്കുക, അപ്പോയിന്റ്മെന്റ് ചെയ്യുക അല്ലെ. ഒരു ഓഫീസിലാണെങ്കിലും പുതിയ സ്റ്റാഫുകളൊക്കെ റിക്രൂട്ട് ചെയ്യാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ, പുതിയ പുതിയ വേക്കൻസിയിലേക്ക് അവരെ നിയമിക്കുന്ന, അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അറിയില്ലാത്തവര് അതിന്റെ മീനിങ് എഴുതി വെക്കുക കേട്ടോ. നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അറിയില്ലാന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. റിക്രൂട്ട്മെന്റ് നിയമനം. ആൻഡ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക അല്ലെ. ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക. രണ്ട് മീനിങ് കിട്ടിയില്ലേ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഇതാ റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പൊസിഷനിലേക്ക് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എന്താ നിയമിക്കുക. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും സെലക്റ്റഡ് ആവില്ല. നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ പല ജോലിക്ക് അപ്ലൈ ചെയ്താൽ കുറച്ചു പേരെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ അല്ലെ. ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് കുറച്ചു പേര് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അല്ലാതെ അപ്ലൈ ചെയ്യുന്ന, നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ബയോഡേറ്റ കൊടുക്കുന്ന എല്ലാവരും ആ ജോലിയിലേക്ക് സെലക്ട് ചെയ്യുന്നില്ല അല്ലെ. അതിന് ഏറ്റവും എബിലിറ്റി ഉള്ള ആളാണ്, അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ അല്ലേ. അതാണ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. റിക്രൂട്ട്മെന്റ്, കോൺസെപ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയം. എന്താണ് റിക്രൂട്ട്മെന്റ്? എന്താണ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റിന്റെ കോൺസെപ്റ്റ്, ആശയം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. Recruitment can be defined as the process of finding out. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് can be defined. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? as the process of finding out. കണ്ടുപിടിക്കുകയാണ്, നമ്മൾ കണ്ടെത്തിയാണ് അല്ലെ. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട്. നമ്മൾ കണ്ടെത്തുകയാണ്. ആരെയാണ്? പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സ്, അവരെ കണ്ടെത്തുകയാണ്. കിട്ടിയോ? മീനിങ് കിട്ടിയോ? പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അതായത് വരാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ, കാൻഡിഡേറ്റ്സിനെ നമ്മൾ കണ്ടെത്തുകയാണ്. എന്തിനു വേണ്ടിയാ? ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാ? ഫോർ ഫില്ലിംഗ്. ഫില്ല് ചെയ്യാനായിട്ട്. എന്ത് ഫില്ല് ചെയ്യാനാ? ആക്ച്വൽ ഓർ പ്രൊജക്റ്റഡ് വേക്കൻസീസ്. പ്രൊജക്റ്റഡ് വേക്കൻസി. വാട്ട് യു മീൻ ബൈ പ്രൊജക്റ്റഡ് വേക്കൻസി? എന്താണ് പ്രൊജക്റ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ? എക്സ്പെക്റ്റഡ് വേക്കൻസീസ് ഇൻ ദ കമ്മിങ് ഇയർ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, വരാനിരിക്കുന്ന ഇതാണ് പ്രൊജക്റ്റഡ് വേക്കൻസി. അപ്കമിങ് വേക്കൻസി, വരാനിരിക്കുന്ന ഒഴിവുകളിലേക്ക്
ഇപ്പൊ നമുക്ക് ഓൾറെഡി എടുത്ത് വെക്കാം അല്ലെ. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പൊസിഷൻ, ഒരു ജോലി, അതിലേക്ക് നമ്മളൊരു ഉയർന്ന പൊസിഷനിലേക്ക് ഇനി വരാനിരിക്കുന്ന വേക്കൻസി ആയിരിക്കും. അതിന് നമുക്ക് ഓൾറെഡി ആളുകളെ വേണമെങ്കിൽ നമുക്ക് നമുക്ക് റിക്രൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം അവരെ അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡിങ് ഔട്ട് എക്സ്പെക്ടഡ് കാൻഡിഡേറ്റ്സ്, പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്, പ്രതീക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ, അല്ലെങ്കിലോ വരാനിരിക്കുന്ന അപ്കമിങ് വേക്കൻസിയിലേക്ക്, വരാനിരിക്കുന്ന ഒഴിവിലേക്ക്, ആ ഒഴിവ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെ അല്ലെ പ്രൊജക്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ നമ്മളെ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഒരു ഓർഗനൈസേഷന്റെ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത ഒഴിവുകളിലേക്ക് അല്ലെങ്കിൽ അപ്കമിങ് വേക്കൻസി, വരാനിരിക്കുന്ന ആ ഒഴിവുകളിലേക്ക് കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുന്ന, ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട്. അങ്ങനെ ചോദിക്കാം, ആ സെന്റൻസ് അതുപോലെ ചോദിക്കാം. അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് candidates for filling actual or projected vacancy in an organization. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. ഓക്കെ, ഫോളോ ചെയ്ത് പോരാൻ പറ്റണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ക്ലിയർ അല്ല, മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിടാട്ടോ. നമുക്ക് മെസ്സേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒത്തിരി കുട്ടികള് എന്താ പറയാ, ലൈവിൽ കയറാൻ പറ്റുന്ന ഒരു റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്. അവർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഓൾ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് ജസ്റ്റ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇന്ന് തന്നെ വായിച്ചു വെച്ചാൽ പിന്നെ എക്സാമിന് നോട്ട് ബോദർ, നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പെർഫെക്റ്റ് ആക്കി പോവുക, അന്നൊന്ന് തന്നെ വായിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒത്തിരി ഉണ്ട്, അതൊക്കെ അറിയാം. ഈ ചാപ്റ്റർ നോക്കിയാൽ ഒരുപാട് വലിയ ലെങ്തി ചാപ്റ്റർ ആണ്. ഇനി ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കണ്ട, അന്നെന്നുള്ളത് തന്നെ നമുക്ക് അന്നൊന്ന് പഠിച്ചു വെക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഇതുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ എന്താ, നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്താണെന്നാ പറഞ്ഞേ, ഡെഫിനിഷനാ പറഞ്ഞേ. എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട്, കണ്ടുപിടിക്കുകയാണ്, കണ്ടെത്തുകയാണ്. ആരെ? എക്സ്പെക്ടഡ് കാൻഡിഡേറ്റ്സ്, നമുക്ക് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ, അല്ലെങ്കിലോ നമ്മുടെ ആ പ്രൊജക്റ്റഡ് വേക്കൻസി, അപ്കമിങ് വേക്കൻസി, വരാനിരിക്കുന്ന ഒഴിവിലേക്ക് അല്ലെ, ആ ഓർഗനൈസേഷന്റെ വരാനിരിക്കുന്ന ഒഴിവിലേക്ക്, ആ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓൾ ഓഫ് യു അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. എല്ലാവരും അണ്ടർലൈൻ ചെയ്തില്ലേ ഫസ്റ്റ് സെന്റൻസ്? നെക്സ്റ്റ് നോക്കിയേ, റിക്രൂട്ട്മെന്റ് എനേബിൾ. എനേബിൾ, വാട്ട് യു മീൻ ബൈ എനേബിൾ? പ്രാപ്തമാക്കുക, പോസിബിൾ ആക്കുക, പ്രാപ്തമാക്കുക. അറിയില്ലെങ്കിലും അറിയില്ലാത്തവര് ജസ്റ്റ് നോട്ട് ചെയ്തോട്ടോ ഇങ്ങനെയുള്ള വേർഡ്സ്. ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മള് ക്വാളിഫിക്കേഷൻ കുറഞ്ഞവര് മുതൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെയുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ എക്സാം എഴുതാം. അങ്ങനെ ഒത്തിരി കുട്ടികൾ പറഞ്ഞാൽ മിസ്സേ ക്ലാസ് മാത്രം കണ്ടിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതിയത്, അറ്റൻഡ് ചെയ്ത്. പക്ഷെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്താ, നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, ഈച്ച് ആൻഡ് എവരി വേർഡ് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് എനേബിൾ, പ്രാപ്തമാക്കുന്നു ഇൻ ദ ഓർഗനൈസേഷൻ ടു ഒബ്റ്റെയിൻ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ റിക്വയർഡ് ഫോർ ഇറ്റ്സ് കണ്ടിന്യൂസ് വർക്കിംഗ്. നമുക്കറിയാം, ഓർഗനൈസേഷന്റെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കിങ്ങിന് വേണ്ടി ആര് വേണം? അവിടെ സ്റ്റാഫുകൾ വേണ്ടേ? അല്ലേ? നമ്മൾ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചു, അത് ആ ഓർഗനൈസേഷൻ ആ ഒരു അതിന്റെ പ്രവർത്തനം നടക്കോ? ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടായാൽ മാത്രം കാര്യം വേണോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അതിനുള്ള ഹ്യൂമൻ റിസോഴ്സ് വേണ്ടേ?
ആളുകൾ വേണ്ടേ, സ്റ്റാഫുകൾ വേണ്ടേ, എംപ്ലോയീസ് വേണ്ടേ അതിന്റെ കണ്ടിന്യൂസ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? റിക്രൂട്ട്മെന്റ് എന്താ സാധ്യമാക്കുന്നു? enable the organization to obtain the number. അത്രയും എണ്ണ ആളുകൾ വേണ്ടേ ഒരു ഓർഗനൈസേഷനിൽ? അവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് വർക്കിങ്ങിന് ഒരു 20 സ്റ്റാഫ് വേണം, ആ 20 പേരും വേണം, നമ്പർ വേണം. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഏത് ജോലിയിലേക്കാണ് ആ തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ട് ആളുകൾ വേണ്ടേ അല്ലേ? നമുക്ക് ഏതാണോ അവിടുത്തെ ഏത് വേക്കൻസി ആണോ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും അതിന്റെ കറക്റ്റ് എണ്ണോ അല്ലേ അതിന് ഉള്ള നമ്പറും വേണം. obtain the number and the type of individual required for its continuous working അല്ലേ? എന്തിനു വേണം? അവിടുത്തെ കണ്ടിന്യൂസ് വർക്കിങ്ങിന് എന്താ അതിന്റെ അതേ ക്വാളിഫിക്കേഷൻ അല്ലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ടൈപ്പ് ഇൻഡിവിജ്വലും അതേ എണ്ണം ഇൻഡിവിജ്വലും വേണം. അത് സാധ്യമാക്കുക, അത് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അതും കൂടി അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Recruitment enabled the organization to obtain number and type of individual required for its continuous working. Then normally it is an effort. ഇതെന്താണ്? ശരിക്കും ഒരു എഫേർട്ട് ആണ്, ഒരു പരിശ്രമമാണ്. എന്തിന്? To gain the interest of the candidates looking for which the management can choose the suitable person for the job. ഇതെന്താ? ഒരു മാനേജ്മെന്റിന്റെ ഒക്കെ നോർമലി ഇറ്റ് ഈസ് ആൻ എഫേർട്ട്, ഒരു എഫേർട്ട് ആണ് to gain the interest of the candidates. ആ കാൻഡിഡേറ്റ്സിന്റെ ആ ഉദ്യോഗാർത്ഥികളുടെ ആ ഇൻട്രസ്റ്റ് താല്പര്യം നേടിയെടുക്കാനുള്ള ഒരു എഫേർട്ടാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം പല പല പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണണ്ടല്ലേ. അപ്പൊ നമ്മളെ എന്താ ചെയ്യാ? അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് അല്ലേ? അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യുക ശരിക്കും ചെയ്യുന്നേ. അപ്പൊ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നമുക്ക് ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു, നമ്മുടെ മനസ്സിലൊരു തോന്നല് വരും അല്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യണേ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ആൻ എഫേർട്ട് ടു ഗെയിൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ആ കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റ് നേടിയെടുക്കാനുള്ള അല്ലെ താല്പര്യം നേടിയെടുക്കാനുള്ള ശ്രമമാണ്. ആൻഡ് ഓൾസോ ദ മാനേജ്മെന്റ് can choose the suitable person for a job. റിക്രൂട്ട്മെന്റിലൂടെ എന്താ ചെയ്യുന്നേ? മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകള് അല്ലേ? നിങ്ങൾ പല പല ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പല സ്ഥലത്തും ജോലിയൊക്കെ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവാം. എന്താ ചെയ്യുന്നത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെയല്ലേ? അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാം. അവര് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അതിനകത്തുനിന്ന് വരുന്നവരിൽ ഏറ്റവും ബെസ്റ്റ് ആരാണോ അവരെയല്ലേ ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ? മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ചൂസ് ദ സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ ദ ജോബ്. കണ്ടോ? ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ആരെയാണ് അവരെ ചൂസ് ചെയ്യാനും റിക്രൂട്ട്മെന്റിലൂടെ സാധിക്കുന്നു. 2 സെന്റൻസ് അവിടെ വന്നിട്ട് ആ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. എഫേർട്ട് ടു ഗെയിൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റ്സിന്റെ പരിശ്രമങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. പിന്നെ എന്താണ് റിക്രൂട്ട്മെന്റിലൂടെ സാധിക്കുന്നത്? The management can choose suitable person for the job. കിട്ടിയോ? സെന്റൻസ് ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ്. Okay. ഇനി നെക്സ്റ്റ് നോക്കിയേ. The process of recruitment is one of the most significant aspects for operating a business successfully. വേണ്ടേ? ഓക്കെ. ഒരു ബിസിനസ് നല്ല വിജയകരമായി നടത്തുന്നതിന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് എന്ത് വേണം? റിക്രൂട്ട്മെന്റ് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? ബിസിനസ് വിജയകരമായി നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് റിക്രൂട്ട്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ റിക്രൂട്ട്മെന്റ് എന്നുള്ളത് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ദ വൺ ഓഫ് ദ. അപ്പൊ ഇവിടെ ചോദിക്കാം എക്സാമിന് ഇങ്ങനെ ചോദിക്കാം ഇവിടെ ഡാഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആസ്പെക്ട്സ് ഫോർ ഓപ്പറേറ്റിംഗ് എ ബിസിനസ് സക്സസ്ഫുള്ളി. ഏതാ? ഒരു ബിസിനസ് നല്ല രീതിയിൽ വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നതിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വശങ്ങളിൽ ഒന്നാണ് റിക്രൂട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ? അവിടെ ചോദിക്കാട്ടോ, ഇങ്ങനെ തന്നെ ചോദിക്കുക എക്സാമിന്. ഡാഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആസ്പെക്ട്സ്. ഏതാണ്? റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ഇല്ലാതെ പറ്റില്ല അല്ലെ? വെറുതെ നമുക്ക് പറ്റില്ല. ഓരോ ഒഴിവുകളിലേക്കും ആളുകളെ നിയമിക്കണം അല്ലെ? റിക്രൂട്ട് ചെയ്യണം. എന്നാലാണ് ആ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ആളുകളില്ലെങ്കിലോ പറ്റുമോ? ആളുകളില്ലെങ്കിലോ അവിടുത്തെ വർക്കിംഗ് മര്യാദയ്ക്ക് നടക്കുമോ?
ഇല്ല. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ടീച്ചർ ഇല്ല, ഇന്നിപ്പോ ഞാൻ ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ ഇവിടെ നിനക്ക് പഠിപ്പിക്കാൻ ആരും ഇല്ലെങ്കിൽ ഇവിടത്തെ ഫംഗ്ഷൻ മര്യാദയ്ക്ക് നടക്കുവോ, പ്രവർത്തനങ്ങൾ നടക്കുവോ? ഇല്ല അല്ലേ? അപ്പൊ ഏറ്റവും ആവശ്യമാണ് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് ആളുകളെ നിയമിക്കുക, അല്ലെങ്കിൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ, അവരെ നിയമിക്കുന്നത്. The quality of the workers determine the performance of an organization. ഒന്ന് ശ്രദ്ധിച്ചേ, the quality of the workersന്റെ ക്വാളിറ്റി ആണ് എന്ത് നിശ്ചയിക്കുന്നത്? ഡിറ്റർമിൻ എന്ന് വെച്ചാൽ നിശ്ചയിക്കുക. The performance of organization. ശരിയാണോ? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നിർണ്ണയിക്കുന്നത് ആ വർക്കേഴ്സിന്റെ ക്വാളിറ്റി ആണ്. അവിടുത്തെ വർക്കേഴ്സ് ഒക്കെ നല്ല ആക്റ്റീവാണ് അല്ലെ? അങ്ങനെയാണ് ഈ ഓർഗനൈസേഷന് പെർഫോമൻസ് കൂടൂലേ? ഇല്ലേ? അത് തന്നെ പറഞ്ഞേക്കുന്നേ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. The quality of the workers determines the performance of an organization. വർക്കേഴ്സിന്റെ ക്വാളിറ്റി ആണ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നിർണ്ണയിക്കുന്നത്. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ തളർന്നിരിക്കുന്ന ആൾക്കാർ, അവർ ആക്റ്റീവ് അല്ല. അത് ആ രീതിയിലല്ലേ, സ്ലോ ആയിട്ടല്ലേ പോളൂ. എന്നാൽ എല്ലാവരും നല്ല ആക്റ്റീവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്മൾ പെർഫോമൻസ് കൂടുതലായിരിക്കും. The quality of workers determine the performance of an organization. അണ്ടർലൈൻ ചെയ്തോ അതർ സെന്റൻസ്? And therefore, individuals who effectively manage all the functions of our organization are more suitable for it. Therefore, individuals who effectively effectively manage all the functions of an organization are more suitable for it. അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ നല്ല ഫലപ്രദമായി മാനേജ് ചെയ്യുക അല്ലെ, മാനേജ് ചെയ്യുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ സ്യൂട്ടബിൾ ആകുന്നത്. ശരിയല്ലേ? ഇൻഡിവിജ്വൽ ഹു എഫക്റ്റീവ്ലി മാനേജ് ഓൾ ഫങ്ഷൻസ്. ആ ഓർഗനൈസേഷൻ എല്ലാ ഫങ്ഷൻസും എല്ലാ പ്രവർത്തനങ്ങളും നല്ല ഫലപ്രദമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാണ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ഇറ്റ്. അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോ എല്ലാ സ്റ്റാഫുകളും ഇപ്പൊ നമ്മള് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. Individuals who effectively manage all the functions of an organization are more suitable for it. അവരാണ് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതെന്താ പറഞ്ഞേക്കുന്നത്? വർക്കേഴ്സ് ആണ് അല്ലെ? വർക്കേഴ്സിന്റെ ക്വാളിറ്റി ആണ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നിർണ്ണയിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ ഒരു ഏറ്റവും സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. Even though changes can be brought by in some incompetent എന്ന് പറഞ്ഞു കഴിഞ്ഞാല് no ability, കഴിവില്ലാത്ത. എഴുതി വെച്ചോട്ടോ. ഇൻകോമ്പിറ്റന്റ് കഴിവില്ലാത്ത, എബിലിറ്റി ഇല്ലാത്ത, നോ എബിലിറ്റി. കണ്ടോ? എംപ്ലോയീസ് ബൈ ട്രെയിനിങ് ആൻഡ് റിഗറസ് സൂപ്പർവിഷൻ. റിഗറസ് എന്ന് പറഞ്ഞ കർശനമായ, സ്ട്രിക്റ്റ് ആയ, കർശനമായ സൂപ്പർവിഷൻ, സ്ട്രിക്റ്റ് ആയ സൂപ്പർവിഷൻ. മീനിങ് എഴുതി വെച്ചാ? റിഗറസ്, കർശനമായ, സ്ട്രിക്റ്റ് ആയ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ കഴിവില്ലാത്ത എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ട്രെയിനിങ് കൊടുക്കാം അവർക്ക് അല്ലെ? മിക്ക സ്ഥലങ്ങളിലും ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ജോലി കയറുമ്പോൾ നമുക്ക് ചിലപ്പോ എല്ലാവരും അറിയണമെന്നില്ല, അവർക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും അല്ലെ? ട്രെയിനിങ് കൊടുക്കാം അവർക്ക്. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മേൽനോട്ടത്തിലേക്ക് നമുക്ക് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ട്രെയിനിങ് കിട്ടുമ്പോ അവരെ കുറച്ചും കൂടി അതിൽ ബെറ്റർ ആവില്ലേ? ആ ജോലിയിൽ ആപ്റ്റാവില്ലേ? ഇല്ലേ? നോക്കിയേ, റിക്രൂട്ട്മെന്റ് ഓഫ്, എന്നാലും അങ്ങനെ നമുക്ക് അവർക്ക് ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിലും റിക്രൂട്ട്മെന്റ് ഓഫ് കേപ്പബിൾ ആൻഡ് പാഷനേറ്റ് പീപ്പിൾ, അതിന് കഴിവുള്ള ആളുകള്. കണ്ടോ? റിക്രൂട്ട്മെന്റ് ഓഫ് കേപ്പബിൾ, എങ്ങനെയുള്ള ആളുകളെയോ റിക്രൂട്ട് ചെയ്തേ, അതിന് കഴിവുള്ള ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെ, അതിനോട് അഭിനിവേശമുള്ള ആളുകളെയാണ് നമ്മൾ അൺഡൗട്ടബിളി പ്രിഫേർഡ്. അവരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഒരു സംശയം വേണ്ട അല്ലെ? അതിന് കഴിവുള്ളവര്, അതിന് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ അൺഡൗട്ടബിളി പ്രിഫേർഡ്, ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ശരിയല്ലേ?
നമുക്കൊരു പാഷനേറ്റ്, ഇപ്പൊ ടീച്ചിങ് ഈസ് മൈ പാഷനേറ്റ്, എന്റെ ഒരു ഇതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കിവിടെ എന്താ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലെ. എനിക്കിനി വേറെ ഏതെങ്കിലും ചിലപ്പോ സെക്ഷനിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിൽ എനിക്ക് ഇത്രയും ഇതാക്കാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഒരു കാര്യങ്ങൾ ഉണ്ടില്ലേ, ഇല്ലേ? അപ്പൊ എന്നെ കൊണ്ടുവന്ന് വേറൊരു ജോലിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് അവിടെ ഇത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റൂല. എന്നുവെച്ചാ ടീച്ചിങ് ഈസ് മൈ പാഷൻ, എന്റെ ഒരു ഇതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മള് എന്താ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്താ, നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി കാണും, നമുക്ക് സാലറി തരുന്നല്ലേ അല്ലേ. അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ ഇവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യുള്ളൂ. അപ്പൊ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതിന് നമ്മളെ സെലക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടെന്ന് ഈ ഓർഗനൈസേഷൻ അറിയണം അല്ലേ. അങ്ങനെ ഒന്നും ഇല്ലേ? ഇതെന്താണ് രാവിലെ തന്നെ ആരും ഒരു എനർജറ്റിക് അല്ലാതിരിക്കുന്നേ അല്ലേ. അപ്പൊ അങ്ങനെ നോക്കി കൊള്ളാം, ഓക്കെയാണ്, ക്ലാസ് കുഴപ്പമില്ല. നിങ്ങളും അങ്ങനെയല്ലേ? നമുക്കിപ്പോ ഒരുപാട് ടീച്ചേഴ്സ് വരുന്നുണ്ടോ, അപ്പൊ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്കതാ അതിന് ഇവിടെ എല്ലാവരും പറഞ്ഞ അങ്ങനെ ഒരു ടാലന്റ് ആയിട്ടുള്ള അതിന് കഴിവുള്ള ആളുകളെയാണ് ഈ ഓർഗനൈസേഷൻ റിക്രൂട്ട് ചെയ്യുള്ളൂ. എങ്കിലല്ലേ അവർക്ക് ഇതാവുള്ളൂ. ഇതെല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കഴിവുള്ളവരെ, അതിനുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെയാണ് എന്താ പ്രിഫറൻസ് കൊടുക്കുന്നത്. അവർക്കാണ്, ഒരു സംശയം വേണ്ട അല്ലെ, അവർക്കാണ് അവിടെ മുൻഗണന കൊടുക്കുന്നത് റിക്രൂട്ട്മെന്റില്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Recruitment of capable and passionate people is undoubtedly preferred. Then, by appointing the right person in the right position, a great amount of time, energy and money can be saved. കണ്ടോ, ഇനി എങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം നമ്മള്? എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം? The right person, ശരിയായ വ്യക്തിയെ, ആൻഡ് ദ റൈറ്റ് പൊസിഷൻ, ശരിയായ പൊസിഷനില്. അതുപോലെ എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ടൈം. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ എന്താ, നമുക്ക് അവിടെ ടൈം, നമ്മുടെ എനർജി, മണി, ഇതൊക്കെ സേവ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഓൾറെഡി, എന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ഇതുപോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അതായത് ഓരോരുത്തർക്കും ഇപ്പൊ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലാതെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു തരാൻ പറ്റുമോ? നമുക്ക് ഈ ഒരു HRM അത് പഠിച്ച ആളുകൾക്ക് മാത്രമല്ലേ നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് അത് പറയാൻ പറ്റുള്ളൂ. അതാണ് റൈറ്റ് പേഴ്സൺ, ശരിയായ വ്യക്തിനെ ശരിയായ പൊസിഷനിൽ വെക്കണം. അപ്പൊ അങ്ങനെയാണ് അവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓരോ ക്വാളിഫിക്കേഷൻ നോക്കും അല്ലേ, അവർക്ക് ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലേക്കും, ഇവിടെ ആണെങ്കിലും ഓരോ ടീച്ചേഴ്സിനും ഓരോ ക്ലാസ്സിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അവർക്കുടെ ക്വാളിഫിക്കേഷൻ നോക്കും, അവരെ എങ്ങനെ ആപ്റ്റാണ്, അവർക്ക് ഏറ്റവും ഏതാണ് റൈറ്റ് പൊസിഷൻ എന്ന് നോക്കി അതിനനുസരിച്ചാണ് അവർ സെലക്ട് ചെയ്യുന്നത് അല്ലേ, അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ എന്താ, എനർജി, ടൈം, മണി, ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് അപ്പൊ അത്ര എഫേർട്ട് എടുക്കണ്ട അവിടെ, നമുക്ക് അധികം നഷ്ടമൊന്നും വരില്ല. ഓൾറെഡി അവരതിൽ വില്ലിംഗ് ആണ്, റൈറ്റ് പേഴ്സൺ റൈറ്റ് പൊസിഷനിലാണ്, പിന്നെ ബോത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അപ്പൊ നമുക്ക് ടൈം, എനർജി, മണി ക്യാൻ ബി സേവ്ഡ്. Therefore, it is necessary for a manager to recruit high quality employee in order to fulfill the organization needs. Therefore, it is necessary. That necessary ആണ്, അത്യാവശ്യമാണ്. ആർക്ക്? For a manager. The manager ഈ കാര്യം അത്യാവശ്യം എന്താ, to recruit high quality employees, നല്ല ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസ്, in order to fulfill the organization needs. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ, നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് മാനേജറിന്റെ അത്യാവശ്യമാണ് അല്ലേ. മാനേജറിന്റെ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്?
മാനേജറിന്റെ ഒരു ആവശ്യമാണ് എന്താണ് ഹൈ ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ ആ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുക അല്ലെ ഓർഗനൈസേഷന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ കൊണ്ടൊന്നും വെക്കാൻ പറ്റൂല നല്ല ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് മാനേജറിന്റെ എന്താ പറയാ ഒരു ആവശ്യമാണ്. ഇനി ഇവിടെ കുറച്ച് ഡെഫിനിഷൻസ് ആട്ടോ കൊടുത്തേക്കുന്നത്. ഓക്കെ, പല വ്യക്തികളും നമ്മൾ റിക്രൂട്ട്മെന്റിന് കൊടുത്തേക്കുന്ന ഡെഫിനിഷനാണ്. ബൈ ഹാർട്ട് ചെയ്യണ്ട. ഇതിനകത്തിപ്പോ നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഒരു ഡെഫിനിഷൻ തരും. ഡെഫിനിഷൻ ആരും ബൈ ഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് ആ ഒരു ഡെഫിനിഷൻ തന്നിട്ട് അത് ആരാണ്, ഇത് ആരുടെ ഡെഫിനിഷൻ ആണ്, അങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അല്ലാതെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാനൊന്നും എക്സാമിനില്ല. നിങ്ങൾക്ക് അറിയാലോ, ഒബ്ജക്റ്റീവ് അല്ലേ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് തന്നിട്ട് എന്താ പറയാ അവരുടെ ഡെഫിനിഷൻ അവിടെ ഓൾറെഡി തരും. അത് ആരുടെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? അതിനെങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്? ഓക്കെ, ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട, മനസ്സിലാക്കി വെക്കുക. അത് ആരുടെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, ഫ്ലിപ്പോ എന്താ പറയുന്നത്? Recruitment is the process of searching for prospective employees and stimulating them to apply for job in the organization. According to Edwin B. Flippo, എന്താണ് റിക്രൂട്ട്മെന്റിന് കൊടുത്തേക്കുന്ന ഡെഫിനിഷനിൽ പറയുന്നത്? എന്താ? റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ്, സെർച്ച് ചെയ്യാണ്. ആരെ? ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്കമിങ് അല്ലെ, വരാനിരിക്കുന്ന എംപ്ലോയീസിനെ. ആൻഡ് സ്റ്റിമുലേറ്റിംഗ്, സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉത്തേജിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാട്ടോ. ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ, വരാനിരിക്കുന്ന ഒരു എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്നതിനും ഓർഗനൈസേഷനിൽ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ആ ചെയ്യുന്ന ആ പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്നാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ പറഞ്ഞേക്കുന്നത്. കിട്ടിയോ? എന്താ പറഞ്ഞേക്കുന്നത്? സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് അല്ലെ, വരാനിരിക്കുന്ന എംപ്ലോയീസിനെ സെർച്ച് ചെയ്യാണ്. ആൻഡ് എന്നിട്ട് എന്താ? സ്റ്റിമുലേറ്റിംഗ്, അവരെ എൻകറേജ് ചെയ്യാണ്. ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ, ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ അവരെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. അതാ പറഞ്ഞേ, നമ്മൾ പറയില്ലേ അവരെ അപ്ലൈ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ മനസ്സിൽ ഇത് വേണം, ഇത് വലിയൊരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ജോലി കിട്ടിയ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്ത നമ്മൾ വരണം. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക്. ആഷ്മിന, സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങക്ക്? കാണണ്ടല്ലോ. ഓക്കെ ആണല്ലോ, കാണുന്നുണ്ട്. ജസ്റ്റ് എന്നാ വേണമെങ്കിൽ ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് അപ്പൊ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അല്ല നെറ്റ് ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? അപ്പൊ അവിടെ നമുക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നല് ആർക്ക് വേണം? ആ കാൻഡിഡേറ്റ്സിന് വേണം അല്ലെ. അതാണ്, ആ ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? Recruitment is the process of searching for prospective employees and stimulating them to apply for jobs in the organization. ഇനി രണ്ടാമത്തെ നോക്കിയേ, ബാർബർ എന്താ പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു ബാർബർ എന്താ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ് ദോസ് പ്രാക്ടീസസ് ആൻഡ് ആക്ടിവിറ്റീസ് carried out by the organization with the primary purpose of identifying and attracting potential employees. എന്താണ് പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് പ്രാക്ടീസസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷൻ പ്രവർത്തനമാണ്, പ്രാക്ടീസ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയാ? carried out by the organization with the primary purpose of identifying and attracting potential employees. ഇത്രയൊന്ന് നോക്കി വെച്ചേ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഒരു പ്രവർത്തനമാണ്. എന്ത് ചെയ്യാനാ? നമുക്ക് കണ്ടുപിടിക്കാൻ. carried out by the എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡന്റിഫൈങ് ആൻഡ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. അത്ര നോക്കിയാൽ മതി. ഐഡന്റിഫൈങ് ആൻഡ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, അതിന് കഴിവുള്ള എംപ്ലോയീസിനെ തിരിച്ചറിയാനും അട്രാക്ട് ചെയ്യാനും ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സാധ്യതയുള്ള
റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. എന്താണ്? സാധ്യതയുള്ള ജീവനക്കാരെ തിരിച്ചറിയുന്നതിനും അവരെ അതിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതുമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. 3 ഡെഫിനിഷൻ നോക്കണം കേട്ടോ. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ആണ്. എന്തിനു വേണ്ടിയാ? ഐഡന്റിഫൈങ് ആൻഡ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. That is recruitment. ഇനി according to Dale Yoder, എന്താ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ടു ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. ഇത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി അവിടെ. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവർ. ഡിസ്കവർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കണ്ടെത്തുക, അല്ലെ? കണ്ടെത്തുക. എന്താണ്? ദ സോഴ്സ് ഓഫ് മാൻ പവർ. മാൻ പവർ എന്ന് പറഞ്ഞാൽ മനുഷ്യശക്തി, അല്ലെ? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ. നമ്മുടെ മാൻ പവറിന്റെ സോഴ്സിനെ കണ്ടെത്തുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സ്റ്റാഫിംഗ് ഷെഡ്യൂൾ. സ്റ്റാഫിംഗ് ഷെഡ്യൂള്, അതിന്റെ ആ സ്റ്റാഫിംഗ് ഷെഡ്യൂളിന്റെ ആവശ്യകത നിറവേറ്റാൻ വേണ്ടിയിട്ട് മാൻ പവറിന്റെ സോഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്താണ് കേട്ടോ. ഇസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. അണ്ടർലൈൻ ചെയ്യാം. സോഴ്സ് ഓഫ് മാൻ പവർ. മാൻ പവറിന്റെ സോഴ്സിനെ ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സോഴ്സിനെ കണ്ടെത്തുന്നത്? ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സ്റ്റാഫിംഗ് ഷെഡ്യൂൾ. സ്റ്റാഫിംഗ് ഷെഡ്യൂളിന്റെ ആ ആവശ്യകത മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, എംപ്ലോയി എഫക്റ്റീവ് മെഷേഴ്സ് ഫോർ ദ അട്രാക്ടിംഗ് ദ മാൻ പവർ ഇൻ ആഡിക്വേറ്റ് നമ്പർ ടു ഫെസിലിറ്റേറ്റ് സെലക്ഷൻ ഓഫ് ആൻ ഇഫക്റ്റീവ് വർക്കിംഗ് ഫോഴ്സ്. അതിന്റെ രണ്ടാമത്തേല് ആ ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ഒന്നാമത്തെ നമ്മൾ എന്താണ്? ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. അതാണ് ഒന്നാമത്തെ കാര്യം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ പറയുന്നത് എന്താ? സെലക്ഷൻ ഓഫ് ആൻ ഇഫക്റ്റീവ് വർക്കിംഗ് ഫോഴ്സ്. ഒരു ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് ഫോഴ്സിനെ സെലക്ട് ചെയ്യുക, അതുമാണ് റിക്രൂട്ട്മെന്റ്. ഏതാണ്? ബാർബറിന്റെ ആണ് പറയേണ്ടത്. ബാർബർ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒന്നുകൂടി ശ്രദ്ധിച്ച്, ഇവിടെ ഒരാള് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാർബർ എന്താ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനമാണ്. എന്താണ്? ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനം? ഐഡന്റിഫൈങ് ആൻഡ് അട്രാക്ടിംഗ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ്. അതായത് അത്രയും മാത്രം നോട്ട് ചെയ്താൽ മതി നിങ്ങള്. അതിന് അവിടെ ഡെഫിനിഷൻ ഫുൾ ആണ് അത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പറഞ്ഞു തന്നെ. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസസ് ആൻഡ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ടു ഐഡന്റിഫൈ ആൻഡ് അട്രാക്ടിംഗ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, അതിന് കഴിവുള്ള എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക, അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ആക്ടിവിറ്റിയാണ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? അത്രയും ഞാൻ പറഞ്ഞ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കി. അപ്പൊ ക്ലിയർ അല്ലേ? നോക്കിയേ. Recruitment includes the practices and activities എന്തിനാ carried out to identify and attract potential abilities. കണ്ടോ? ആ പൊട്ടൻഷ്യൽ എബിലിറ്റി ഉള്ള ആ എംപ്ലോയീസിനെ മനസ്സിലാക്കുക, അവരെ അട്രാക്ട് ചെയ്യുക, അതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് റിക്രൂട്ട്മെന്റ്. അതാണ് ബാർബർ പറഞ്ഞത്. ഇനി അക്കോർഡിംഗ് ടു ഡെയിൽ യോൾഡർ എന്താ പറഞ്ഞ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ടു ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടോ. ടു ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. ആ മാൻ പവറിന്റെ സോഴ്സ് ഡിസ്കവർ ചെയ്യാണ്, കണ്ടെത്തുകയാണ്. ആ പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ മാൻ പവറിന്റെ സോഴ്സ് കണ്ടെത്തുന്നത്? ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സ്റ്റാഫിംഗ് ഷെഡ്യൂൾ. സ്റ്റാഫിംഗ് ഷെഡ്യൂളിന്റെ ആവശ്യകതകള് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാൻ പവറിന്റെ സോഴ്സിനെ, മാൻ പവർ സോഴ്സ് ഡിസ്കവർ ചെയ്യാണ്. അത് കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആൻഡ് ടു എംപ്ലോയ് എഫക്റ്റീവ്ലി മെഷർ ഫോർ അട്രാക്ടിംഗ് ദാറ്റ് മാൻ പവർ ഇൻ ആഡിക്വേറ്റ് നമ്പർ ടു ഫെസിലിറ്റേറ്റ് സെലക്ഷൻ ഓഫ് ആൻ ഇഫക്റ്റീവ് വർക്കിംഗ് ഫോഴ്സ്. അത് ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സെലക്ഷൻ, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള, ഒരു ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് ഫോഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് റിക്രൂട്ട്മെന്റ്. സ്റ്റാഫിംഗ് ഷെഡ്യൂളിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ട് മാൻ പവറിന്റെ സോഴ്സ് കണ്ടെത്തുക,
കണ്ടോ? പിന്നെ ഒരു ഓർഗനൈസേഷന്റെ ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് ഫോഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംഖ്യയില് ആ മാൻപവറിനെ അട്രാക്ട് ചെയ്യുക, ആകർഷിക്കുന്നതിന് അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ലാസ്റ്റ് കുഞ്ഞു കഷ്ണം ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. അതിനെ ഫോഴ്സ് ചെയ്യുക, സെലക്ഷൻ ഓഫ് ആൻ ഇഫക്റ്റീവ് വർക്കിംഗ് ഫോഴ്സ്. ക്ലിയർ ആയോ? കണ്ടുണ്ടാവും. ഒന്നാമത് പറഞ്ഞത് ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. മാൻപവറിന്റെ സോഴ്സ് എവിടെയാണ്, ആ സോഴ്സിനെ കണ്ടെത്തുക. രണ്ടാമത്തെ എന്താ, സെലക്ഷൻ ഓഫ് ആൻ ഇഫക്റ്റീവ് വർക്കിംഗ് ഫോഴ്സ്. ഒരു ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് ഫോഴ്സിനെ സെലക്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ? അപ്പൊ 3 ഡെഫിനിഷനും വായിച്ചു വെക്കുക കേട്ടോ. അതിൽ കറക്റ്റ് ആയിട്ട് ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ തരും എക്സാമിന്. എന്നിട്ട് ഇത് ആദ്യത്തെ ഡെഫിനിഷൻ ആണ് ചോദിക്കും, തെറ്റിക്കരുത്. 3 മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇത് നോക്കിയേ, നേച്ചർ എന്താണ്, റിക്രൂട്ട്മെന്റിന്റെ സ്വഭാവം എന്താണ്, റിക്രൂട്ട്മെന്റിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്. നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ആസ് ഫോളോ. കുഞ്ഞു കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ പറഞ്ഞേക്കുന്നത്. എന്താണ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ? ഒന്നാമത്തെ സ്വഭാവം എന്താ, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ്. അതാണ് ഒന്നാമത്തെ നേച്ചർ. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഈസ് കൺസിഡർഡ് ടു ബി എ പോസിറ്റീവ് ഫംഗ്ഷൻ ആസ് ഇറ്റ് ബിൽഡ് എ ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. എന്താ നിർമ്മിക്കുന്നത്? ഒരു കൂട്ടം ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ബിൽഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് അല്ലെ? ഫ്രം വിച്ച്, അതിൽ നിന്നോ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ക്യാൻ ബി ചൂസൺ. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ചൂസ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ ഒരാള് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകളെ, ഒരു കൂട്ടം ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റിന്റെ പോസിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഓർഗനൈസേഷനിൽ 10 എംപ്ലോയീസിനെ എനിക്ക് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 1000 പേരെ വിളിച്ചാലാണ് ഞാൻ അതിൽ നിന്ന് 10 പേരെ, അല്ലെങ്കിൽ ഒരു 100 പേർക്ക് ഇന്റർവ്യൂ ഇത് നടത്തിയാലാണ് അതിൽ നിന്ന് എനിക്ക് 10 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഞാനൊരു 100 പേരുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടാക്കണ്ടേ? വേണ്ടേ? അല്ലെ? എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എനിക്ക് ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്ന ആളുകളെ 10 പേരെ ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ നിർമ്മിക്കുന്നത് കൊണ്ട് അതെന്താണ്, ഇസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ. കിട്ടിയോ? നേച്ചർ കിട്ടിയോ എന്താന്നുള്ളത്? ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. അത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റിക്രൂട്ട്മെന്റ് ഈസ് കൺസിഡർഡ് ടു ബി എ പോസിറ്റീവ് ഫംഗ്ഷൻ. എന്താ, ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ നിർമ്മിക്കുകയാണ് അല്ലെ? എന്നിട്ടാണ് അതിൽ നിന്ന് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ? രണ്ടാമത്തെ നോക്കി, ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. റിക്രൂട്ട്മെന്റിന്റെ അടുത്തൊരു നേച്ചർ ആണ്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്താ, ഇറ്റ് ഈസ് എ മാനേജറിയൽ ആൻഡ് ഓൺഗോയിങ് പ്രോസസ്. ഓൺഗോയിങ് എന്ന് പറഞ്ഞ എന്താ, നടന്നുകൊണ്ടിരിക്കുന്ന. മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ഭരണ നിർവഹണ ചുമതലയുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള, ഭരണപരമായിട്ടുള്ള, ഓൺഗോയിങ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഒരു സിംഗിൾ ടാസ്ക്. ഒറ്റ ടാസ്കിൽ ഒരു പല ഘട്ടങ്ങൾ ഉണ്ടാവൂലേ? ചിലപ്പോ ഒരു ജോലിയിലേക്ക് നമുക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അതിന് പല ഘട്ടങ്ങൾ ഉണ്ടാവാം അല്ലെ? അതൊരു സിംഗിൾ ടാസ്ക് അല്ല, ബട്ട് എ ചെയിൻ ഓഫ് ടാസ്ക്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇന്ന് ഞാനൊരു റിക്രൂട്ട്മെന്റ് എടുത്തു, ഇനി എനിക്ക് ഒരിക്കലും റിക്രൂട്ട്മെന്റ് എടുക്കേണ്ടി വരൂലേ? അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആ ഓർഗനൈസേഷൻ എത്ര നാള് നിൽക്കുന്നോ, നിലനിൽക്കുന്നോ അത്രയും നാള് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യണ്ടേ? ചിലപ്പോ കുറച്ചാളുകൾ പകുതി വെച്ച് പോകാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ഓർഗനൈസേഷൻ വലുതാനനുസരിച്ച് കുറച്ചും കൂടി കൂട്ടിയെടുക്കുമ്പോ എന്താ പറയാ, പുതിയ ഓഫീസുകൾ ഞാൻ കൊണ്ടുവരുമ്പോ അതിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യണ്ടേ? അതെന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് എപ്പോഴും ഓൺഗോയിങ് പ്രോസസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്, എപ്പോഴും നടന്നുകൊണ്ട്. ആ ഓർഗനൈസേഷൻ ഉള്ളോടത്തോളം കാലം റിക്രൂട്ട്മെന്റ് നടക്കണം. അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടാമത്തെ നേച്ചർ ഓൺഗോയിങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് പറയുന്നത്. അതാണ് അടുത്തൊരു നേച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, പെർവാസീവ് ഫംഗ്ഷൻ. അടുത്തൊരു നേച്ചർ പെർവാസീവ് എന്ന് വെച്ചാൽ വൈഡ് സ്പ്രെഡ്, വ്യാപകമായ. അറിയില്ലാത്തവർ എഴുതി വെച്ച്, പെർവാസീവ് എന്നുള്ളതിന്റെ മീനിങ് വ്യാപകമായ.
widespread. Recruitment is an activity which takes place in every organization. അല്ലേ? എല്ലാ ഓർഗനൈസേഷനിലും വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ്. എല്ലായിടത്തും നടക്കുന്നില്ലേ റിക്രൂട്ട്മെന്റ്? ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഓഫീസിലോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് കയറണം. അവിടെ റിക്രൂട്ട്മെന്റ് നടന്നാലല്ലേ നിങ്ങൾ പഠിച്ചതിന്റെ കാര്യമുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞ് വീട്ടിലിരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? റിക്രൂട്ട്മെന്റ് എപ്പോഴും എല്ലാ ഓർഗനൈസേഷനിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലേ? അത് തീർന്നു പോണ കാര്യമാണോ? Recruitment is an activity which takes place in every organization. Recruitment എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. Therefore, അതുകൊണ്ട് എന്താ? It is a dominant function. Dominant ആണ്, പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. Dominant meaning പ്രധാനപ്പെട്ട, important ആയിട്ടുള്ള. However, its volume and nature differs. അതിന്റെ വോളിയം സ്വഭാവവും വ്യത്യാസപ്പെടാം according to the type and the size of the organization. ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ച്, ഏത് ഓർഗനൈസേഷൻ ആണ് അതിന്റെ ടൈപ്പ് അനുസരിച്ച് എന്താണ് അതിന്റെ വോളിയം നേച്ചറും വ്യത്യാസപ്പെടാം. റിക്രൂട്ട്മെന്റിന്റെ വോളിയം നേച്ചറും വ്യത്യാസപ്പെടാം. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് ഒന്ന്. However, its volume and nature differs. എന്തനുസരിച്ചാ വ്യത്യാസപ്പെടുന്ന റിക്രൂട്ട്മെന്റിന്റെ വോളിയം നേച്ചർ എന്തനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത്? Differ according to എന്താണ്? The type and the size of the organization. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എളുപ്പമുള്ളതല്ലേ ഇതായി ചാപ്റ്റർ? ഓക്കെ. Its volume and nature differs. എന്ത് വ്യത്യാസപ്പെടാം? എന്തനുസരിച്ചാണ്? According to the type and size of the organization. ഓർഗനൈസേഷന്റെ ടൈപ്പ് അനുസരിച്ച്, ഓർഗനൈസേഷന്റെ സൈസ് അനുസരിച്ച്, വലുപ്പം അനുസരിച്ച് റിക്രൂട്ട്മെന്റിന്റെ വോളിയം നേച്ചറും ഒക്കെ വ്യത്യാസപ്പെടാം. ഇറ്റ് ഈസ് എ ഡോമിനന്റ് ഫംഗ്ഷൻ. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? കണ്ടോ? ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എവരി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും നടക്കുന്ന ഒരു പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ്. ഇനി അടുത്ത് നോക്കിയേ, ഇറ്റ്സ് എ ടു വേ പ്രോസസ്. ഇതെന്താ? ഒരു ടു വേ പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ടു വേ ആണ്. ഇപ്പൊ നമ്മുടെ ടു വേ അല്ലേ? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് മെസ്സേജ് ചെയ്യുന്നു. ക്ലിയർ ആയോ എന്ന് ചോദിക്കുന്നു, നിങ്ങൾ അത് തമ്പ് ചെയ്യുന്നു. ടു വേ പ്രോസസ് അല്ലേ? രണ്ടു പേർക്കിടെയും തമ്മിൽ നടക്കുന്ന ഒരു പ്രോസസ് അല്ലേ? അതുപോലെ നോക്കിയേ, റിക്രൂട്ട്മെന്റ് ഇറ്റ്സ് എ ടു വേ പ്രോസസ്. ഇറ്റ് ഈസ് ടു വേ പ്രോസസ് വിച്ച് ഇൻവോൾവ്, ഒന്ന് ശ്രദ്ധിക്കുക അവിടെ, വിച്ച് ഇൻവോൾവ്സ് റിക്രൂട്ടർ. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് അല്ല, ആ വേർഡ് അണ്ടർലൈൻ ചെയ്യട്ടോ. റിക്രൂട്ടർ. റിക്രൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ? നിയമിക്കുന്ന ആൾ എന്ന് എഴുതി വെച്ച അവിടെ. Is someone whose job is to find and hear the people for a company. ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ജോലിക്ക് ആളെ നിയമിക്കുന്ന ആളെയാണ് റിക്രൂട്ടർ എന്ന് പറയുന്നത്. നിയമിക്കുന്ന ആൾ എഴുതി വെച്ചാടെ. ചിലർക്കൊക്കെ അറിയാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ബേസിക് ആയിട്ട് മുതൽ കാര്യങ്ങൾ പഠിച്ചു പോവാണ് കേട്ടോ. ഇനി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് റിക്രൂട്ടർ. എന്താ റിക്രൂട്ടർ എന്ന് പറഞ്ഞ ആരാ? ജോലിക്ക് നിയമിക്കുന്ന ആളാണ് റിക്രൂട്ടർ. എഴുതി വെച്ചോ? ഇനി ഞാൻ റിക്രൂട്ടർ എന്ന് പറയുമ്പോ അപ്പൊ മനസ്സിലേക്ക് വന്നോട്ട്, ആരാണ് റിക്രൂട്ടർ? ആ ജോലിക്ക് നിയമിക്കുന്ന ആള്. ഓക്കെ, എന്താണ്? റിക്രൂട്ടർ ആണോ? ഈ സമ്പൺ അതൊന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിയമിക്കുന്ന ആൾ എന്ന് എഴുതി വെക്കുക കേട്ടോ. ഈ സമ്പൺ whose job is to find and hear people for a company or organization. ഇത്ര എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്കറിയാലോ എന്താണ്? ഒരു ഓർഗനൈസേഷനിലേക്ക് ആളുകളെ കണ്ടെത്തുകയും അവിടെ നിയമിക്കുകയും ചെയ്യുന്ന ആളാണ്. ആ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി നിയമിക്കുകയും ചെയ്യുന്ന ആളാണ്. നിയമിക്കുന്ന ആളാണ് റിക്രൂട്ടർ. അത്ര എഴുതി വെച്ചോ. നിയമിക്കുന്ന ആളാണ് റിക്രൂട്ടർ. റിക്രൂട്ടി, ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റിലൊന്ന് നോക്കിയേ. ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു ബുക്കിലാണെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണ് കിടക്കുന്നത്. റിക്രൂട്ടി, RECRUITE, ഡബിൾ ഇ ആണ് കേട്ടോ. അത് ആർന്നുള്ളത് വെട്ടി ഈന്നാക്കാം. റിക്രൂട്ടി. റിക്രൂട്ടി ആരാക്കാൻ? A person who is required.
എന്താ ആ ഒരു ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് പ്രവേശിക്കുന്ന വ്യക്തി ഓർഗനൈസേഷനിലേക്ക് ഏതാ ഈസ് എ റിക്രൂട്ടി എന്നാണ് കേട്ടോ. അത് രണ്ടാമത്തെ റിക്രൂട്ടി RECRUITEE ഡബിൾ ഇ റിക്രൂട്ടി. ആരാണ് റിക്രൂട്ടി? എ പേഴ്സൺ ഹു ഈസ് റിക്വയർഡ്. റിക്വയർ ചെയ്യുന്ന ആള്, റിക്രൂട്ട് ചെയ്യുന്ന ആള്, റിക്രൂട്ടേഡ് കേട്ടോ. എ പേഴ്സൺ ഹു ഈസ് റിക്രൂട്ടഡ്, റിക്രൂട്ട് ചെയ്യുന്ന അതിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആൾ, ആ ഓർഗനൈസേഷനിലേക്ക് പുതുതായി പ്രവേശിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഓർഗനൈസേഷനിലേക്ക് പുതിയതായി പ്രവേശിക്കപ്പെടുന്ന വ്യക്തിയാണ് റിക്രൂട്ടി എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ കോഴ്സിലേക്ക് വന്നേക്കാളേ നിങ്ങൾ റിക്രൂട്ടി അല്ലേ? HRM കോഴ്സിലേക്ക് പുതിയതായി ജോയിൻ ചെയ്ത് വന്നേക്കുന്ന കുട്ടികളാണ്, പുതിയ ബാച്ചിലേക്ക് വന്നേക്കുന്ന കുട്ടികളാണ് നിങ്ങളെ അല്ലെ? പുതിയ ബാച്ചിലേക്ക് പുതിയതായി പ്രവേശിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ ആരാണ്? അവിടെ റിക്രൂട്ടിയാണ്. റിക്രൂട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ഓർഗനൈസേഷനിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന ആളുകള്. റിക്രൂട്ടർ എന്ന് പറഞ്ഞാൽ നിയമിക്കുന്ന ആള്. ഓക്കെ, റിക്രൂട്ടി എന്ന് പറഞ്ഞാൽ നിയമിക്കുന്ന ആളും. ക്ലിയർ ആണോ? രണ്ടും എപ്പോഴും വരും കേട്ടോ. ഇനി ഈ വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പ്രത്യേകം അതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞത്. റിക്രൂട്ടർ എന്ന് പറഞ്ഞാൽ നിയമിക്കുന്ന ആളും, റിക്രൂട്ടി എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കുന്ന ആളും. ഓക്കെ, both of them have their own choice. രണ്ടുപേർക്കും ചോയ്സ് ഉണ്ട് അല്ലേ? ഒരാൾക്കുടെ മാത്രം കാര്യമില്ല. 2-way process ആണ് റിക്രൂട്ട്മെന്റ്. രണ്ടുപേർക്കും ചോയ്സ് ഉണ്ട്. The recruiter can choose who to select. ആ റിക്രൂട്ടർക്ക് ആരെ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. റിക്രൂട്ടർ can choose whom to select. ആരെ സെലക്ട് ചെയ്യണം എന്ന് ചൂസ് ചെയ്യുന്ന ആളാണ് റിക്രൂട്ടർ. ക്ലിയർ ആണോ? ചോദിക്കൂ കേട്ടോ. The person who choose whom to select. ആരാ? അവിടെ 2 ഓപ്ഷനും കൊടുക്കും, 2-3 ഓപ്ഷൻ കൊടുക്കും. ആരാണ് ആ ചൂസ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്? റിക്രൂട്ടർ. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. ആൻഡ് ദ റിക്രൂട്ടി, അവിടെ കറക്റ്റ് ചെയ്തേ, റിക്രൂട്ടി എന്നാക്കിയേ. ആൻഡ് Recruitee has the choice of selecting the organization in which he wants to work. ഈ റിക്രൂട്ടിക്ക് എന്തിനുള്ള ചോയ്സ് ഉണ്ട്? അവർക്ക് ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്, സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട് അവർക്ക് അല്ലെ? ഇപ്പൊ നിങ്ങൾ പല രീതിയിലായിരിക്കും നമ്മുടെ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് അറിഞ്ഞത്. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ പഠിക്കണോ അല്ലെ? നിങ്ങൾ നോക്കും എങ്ങനെയുണ്ട് ക്ലാസ്സുകള്, അല്ലെങ്കിൽ പ്രീവിയസ് ബാച്ചിൽ കഴിഞ്ഞ കുട്ടികളോട് ഡിസ്കസ് ചെയ്യും എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് ചേർന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെ? അതാ പറഞ്ഞേക്കുന്നേ. റിക്രൂട്ടി ഹാസ് ദ ചോയ്സ് ഓഫ് സെലക്ടിങ് ദ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ഹി വാണ്ട്സ് ടു വർക്ക്. എനിക്കിപ്പോ ഒരു കമ്പനിയിൽ എനിക്കൊരു ഓഫർ വന്നു, എനിക്ക് തീരുമാനിക്കാം ഞാൻ ആ കമ്പനി പോണോ അല്ലെ? ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യണോ, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് എനിക്കുണ്ട്. ക്ലിയർ ആയോ? ഇനിയിപ്പോ എനിക്ക് അവിടെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക, അവിടുത്തെ ആ ഓർഗനൈസേഷനിൽ എന്നെ സെലക്ട് ചെയ്താൽ, അതായത് റിക്രൂട്ടർ തീരുമാനിക്കണോ അല്ലെ എന്നെ ജോലിക്ക് അവിടെ എടുക്കണോ എന്ന് ആര് സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് റിക്രൂട്ടറും. ഇനി ആ ഓർഗനൈസേഷന് പോണോ, അവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന ആര്? റിക്രൂട്ടിയുമാണ്. ക്ലിയർ ആയില്ലേ? ആ സെന്റൻസ് 2 അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ ചോദിക്കാം അവിടെ ആർക്കാണ് ചോയ്സ് ഉള്ളത് എന്നുള്ളത് ചോദിക്കാം കേട്ടോ. 2 നോട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ഒരു നേച്ചർ ആണ് ലിങ്കിങ് ആക്ടിവിറ്റി. It brings together the employer and employee and hence is considered to be a linking activity. Employer എന്ന് പറഞ്ഞാൽ ആരാണ്? എംപ്ലോയർ ഹെഡ് അല്ലേ? എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലാളി. ഒരു തൊഴിലുടമയും തൊഴിലാളിയും. തൊഴിലുടമ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഉടമയാണ്, തൊഴിലുടമയാണ്. a person who works for a company. അതാണ് എംപ്ലോയി എന്ന് പറയുന്നത് കേട്ടോ. എംപ്ലോയറും എംപ്ലോയി ഉണ്ട്. ആ 2 പേരുടെ നോക്കിയേ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാ? തൊഴിലുടമ. അതിന്റെ ഓണർ എംപ്ലോയർ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാ? തൊഴിലാളി, ആ ജീവനക്കാരൻ, സ്റ്റാഫ്.
It brings together the employer and employee and hence is considered to be a linking activity. ഇതൊരു ലിങ്കിങ്, ഇത് അവര് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരണം അല്ലെ. എംപ്ലോയറും എംപ്ലോയിയും ഒരുമിച്ച് നിൽക്കണം, എങ്കിലാണ് ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വരുള്ളൂ അല്ലെ. അവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് എന്താ പറയാ, ഇത് ഒരു ലിങ്കിങ്, അതൊരു നേച്ചറാണ്, റിക്രൂട്ട്മെന്റിന്റെ ഒരു നേച്ചറാണ് എംപ്ലോയറിനെയും എംപ്ലോയിനെയും ഒരുമിച്ച് കൊണ്ടുവരിക. അതുകൊണ്ട് എന്താണ് ഇസ് എ ലിങ്കിങ് ആക്ടിവിറ്റി, ലിങ്കിങ് ആക്ടിവിറ്റി. ഓക്കെ, അതൊരു നേച്ചർ. ദെൻ അടുത്ത് നോക്കിയേ, അടുത്ത കോംപ്ലക്സ് ജോബ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ്, അതിന്റെ ഒരു സ്വഭാവമാണ് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സങ്കീർണമായ. ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസ് കോംപ്ലക്സ് എന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Recruitment process is complex due to the numerous factors that can limit management freedom. ഒരു മാനേജ്മെന്റിന്റെ ഒരു സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന നിരവധി ഫാക്ടേഴ്സ് ഉണ്ട് അതില്. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കുറച്ച്, കണ്ടോ. It's a complex due to the numerous factors that can limit management's freedom. മാനേജ്മെന്റിന്റെ ഫ്രീഡത്തെ, ആ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങൾ കാരണം ഇതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ്. വെറുതെ അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനിക്ക് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അത് ആ മാനേജ്മെന്റിന് ഫ്രീഡം ഇല്ല, അതിന് ചില ലിമിറ്റേഷൻ. ഇന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ മാത്രം ആ ജോലിയിലേക്ക് നിർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ. അല്ലാതെ മാനേജ്മെന്റിന് എന്റെ ഒരു റിലേറ്റീവ് ആണ്, എന്റെ കസിന്റെ കുട്ടിയാണ്, ആ കുട്ടിക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? മാനേജ്മെന്റിന് എന്തുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇറ്റ് ക്യാൻ ലിമിറ്റ് മാനേജ്മെന്റ് ഫ്രീഡം. മനസ്സിലാവല്ലേ ഇല്ലേ? മാനേജ്മെന്റിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞത് എന്താണ്, ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. അപ്പൊ ഇത്രയാണ് റിക്രൂട്ട്മെന്റിന്റെ നേച്ചർ. പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പെർവാസീവ് ഫംഗ്ഷൻ, വ്യാപകമായിട്ടുള്ള ഫംഗ്ഷൻ ആണ്, എല്ലാ ഓർഗനൈസേഷനിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു ടു വേ പ്രോസസ് ആണ്. അത് ആരാണ്, എംപ്ലോയറിനെയും എംപ്ലോയീസിനെയും പരസ്പരം ലിങ്ക് ചെയ്യുന്ന, ഒരുമിച്ച് നിർത്തുന്ന ഒരു പ്രവർത്തനം, അതൊരു നേച്ചറാണ്. ജോബ് കോംപ്ലക്സ് എന്താ പറഞ്ഞ, ആ ജോലി കോംപ്ലക്സ് ആണ്, സങ്കീർണമാണ്. അതായത് മാനേജ്മെന്റിന് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്നെടുത്ത് അത്രയും ക്ലിയർ ആയ എല്ലാവർക്കും ഓക്കെ ആണോ? ഇന്ന് തന്നെ വായിച്ചു വെക്കുന്നുള്ളവർ ഒന്ന് കമ്പടിച്ച്. എന്താ പറഞ്ഞേ മിസ്, ഈ ആഴ്ച കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത തേഴ്സ്ഡേ നമ്മൾ കാണുള്ളൂ. അപ്പത്തേക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇന്ന് വായിട്ട് അരച്ചത് മുഴുവനും ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലുണ്ടല്ലേ. ഈ കാര്യങ്ങളൊക്കെ കേട്ടത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് തന്നെ ഒന്ന് വായിച്ച് വെക്കുകയാണെങ്കിൽ ഞാൻ ഷുവർ ആയിട്ട് പറയുന്നു, എല്ലാവർക്കും വായിക്കാൻ തന്നെ എക്സാം എഴുതാം. അതെ, ഷുവർണ ബിന്ദു. ഓക്കെ, വെരി ഗുഡ്. കുറച്ചു പേരൊക്കെ തമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് പറയുകയാണ് ഞാൻ. അത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ചേർന്നു അല്ലെ. എല്ലാവരും പല പ്രാരാബ്ധത്തിൽ നിന്ന്, മാരേജ് കഴിഞ്ഞ കുട്ടികളുള്ളവര്, അങ്ങനെ കുറച്ച് നാള് എന്താ പറയാ, നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കയറിയിട്ട് അല്ലെ, നമ്മുടെ മുന്നിൽ ഒരു ജോലിയാണ് നമുക്കൊരു ലക്ഷ്യം, അതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലെ. നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പല പല പ്രാരാബ്ദങ്ങളിൽ നിന്നും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തേക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതായത് നമുക്ക് കിട്ടുന്ന സമയം ഇത് തന്നെ നിർബന്ധമാണ് കേട്ടോ. അത് എല്ലാവരും നിർബന്ധമായിട്ട് ടെക്സ്റ്റിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന അവരെ വിളിച്ചൊന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയാ, അപ്പൊ ഇന്ന് തന്നെ വായിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമായിരിക്കും. ഞാൻ പറയണ മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയാവും. ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാവാൻ കഴിഞ്ഞ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും, അപ്പൊ മറന്നു പോവോ? എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ റിക്രൂട്ടി ആരാ, അല്ലെങ്കിൽ എന്താ പറയാ റിക്രൂട്ടർ ആരാന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ മിസ് മറന്നുപോയി, അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. ആഴ്ചയിൽ ഒരു ക്ലാസ് ഉള്ളൂ മിസ്സിന്. അപ്പൊ അന്നേരം എടുത്ത് പറയുന്ന, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ, പഠിപ്പിച്ചത് മനസ്സിലായില്ലാന്നോ, ക്ലാസ് എങ്ങനെയുണ്ട്, ഇങ്ങനെ വിട്ടാൽ മതിയോ? ഓക്കെ ആണോ? ഒന്ന് അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്, ഇനി ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? ഗുഡാണ്, ഓക്കെ ആണ്, ഓക്കെ. ഇങ്ങനെ തന്നെ പോവാം അല്ലെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുക, അതാണ് എന്റെ ഒരു സക്സസ് അല്ലെ, എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് പോലെ ഇന്ന് നമുക്കൊന്ന് വായിക്കാനായിട്ട്. പിന്നെ എക്സാമിന് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേഴ്സ്ഡേ അല്ലേ? ഓക്കെ, അന്നേരം കാണാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.